എല്ലാവരും സുഖമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ആൾമോസ്റ്റ് 1.5 വർഷത്തോളമായി ബൈക്കിൻ്റെ വീഡിയോ കേട്ടിട്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് എടുപ്പില്ലായിരുന്നു. വണ്ടി ഒന്ന് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് വന്നത്. അവിടെ അത്യാവശ്യം നല്ലതുപോലെ വാഷ് ചെയ്യും. അങ്ങനെ വന്നതാണ്. പയ്യൻ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുപ്പ് തുടങ്ങി. ഇപ്പോൾ കെമിക്കലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കെമിക്കൽ ഫുള്ള് ഞാൻ ബോഡി ഫുള്ള് അടിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എഞ്ചിനും ആ സൈഡും അടിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ഫുള്ള് ഫോമിട്ട് മൊത്തത്തിലങ്ങ് കെമിക്കൽ അടിച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റത്തോളം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ആ അഴുക്കെല്ലാം ഒന്ന് ഇതാവും, സോക്കാവും. ഇങ്ങനെ തേച്ച് വെച്ചിരിക്കും. എഞ്ചിൻ്റെ അവിടെയും കൂടെ അടിക്കാൻ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് എഞ്ചിൻ്റെ അവിടെ അടിക്കാമെന്ന് പറഞ്ഞു ഒന്നുകൂടെ ഫോഴ്സിനെ. ആൾമോസ്റ്റ് ഒരു 10 മിനിറ്റോളം ആയി. 10-15 മിനിറ്റായി. അഴുക്കെല്ലാം ഇട്ടിട്ട് വീഴുന്നതാണ്. ജസ്റ്റ് സോപ്പ് താഴോട്ട് വീഴുന്നതാണ്. നല്ല സോക്കായിട്ടുണ്ട്. ടയർ നല്ല രീതിയിൽ ഇപ്പോൾ ഉരച്ച് കഴുകണം. ടയറിലെ മണ്ണിൽ ഇങ്ങനെ എയറൊക്കെ കുറഞ്ഞിരുന്ന് അവിടെ മൊത്തം ഇതായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടയർ 2 സൈഡും നല്ല രീതിയിൽ ഇപ്പോൾ ഉരച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക് ടയറിൽ അതേ അവസ്ഥ തന്നെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലായിടം ഉരച്ചിട്ട് വീണ്ടും ഒരു വാട്ടർ വാഷ് ചെയ്യണം. മഡ്ഗാർഡിൻ്റെ അടിയിലൊക്കെ നല്ല മണ്ണും ചിലന്തി വരെയതും എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് അടിക്കുകയാണ്. എഞ്ചിൻ്റെ സൈഡും എല്ലാം നല്ല രീതിയിൽ പതപ്പിച്ച് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് അതൊരു ഇതുണ്ടായിരുന്നു. സാരി ഗാർഡിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട്. അടിച്ചിറക്കിയാലേ അതെല്ലാം ക്ലീൻ ആവുള്ളൂ. ഇത്രയും നാൾ വാഷ് ചെയ്തിരുന്നതല്ലേ, അതിൻ്റേതായ എല്ലാ അഴുക്കുകളും ഇതുണ്ട്. സാരി കാർഡിൽ അടിച്ചിരിക്കുന്ന കളർ പച്ച കളർ, അതായത് ട്രൈ ചെയ്ത് നോക്കിയാണ്. അതിപ്പോൾ ഒരു ബോറായിട്ടുണ്ട്. അതിന് അടുത്ത നെക്സ്റ്റ് ടൈം അത് ഇളക്കി അത് മാറ്റ് ബ്ലാക്ക് ആണെന്നിരിക്കുന്നു വിചാരിക്കുന്നു. പയ്യൻ നല്ല രീതിയിൽ അടിച്ച് കഴുകുന്നുണ്ട്. ബ്രേക്ക് പെഡൽ കുറച്ച് തുരുമ്പിച്ച്, ബ്രേക്ക് പെഡലും നമ്മുടെ സൈലൻസറും കുറച്ച് തുരുമ്പായി. അതിന് രണ്ടും കുറേ നാൾ പല പ്രാവശ്യം ഇളക്കി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പം സൈലൻസർ തുരുമ്പി. സൈലൻസറൊക്കെ നല്ല രീതിയിൽ ഈ തുരുമ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അടിച്ചാലും അത് വീണ്ടും തുരുമ്പിക്കും. അപ്പോൾ അത്രയും വർഷമായില്ലേ, 10-17 വർഷമായി സൈലൻസറൊന്നും വരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനിയിപ്പം അതിൻ്റെ ബാക്കിലോട്ട് സൗണ്ടിനും ചെറിയൊരു വ്യത്യാസമുണ്ട് സൈലൻസറിൻ്റെ. സൈലൻസർ കുറച്ച് നമ്മൾ കഴിഞ്ഞ് മാറേണ്ടി വരും. അതെന്തോ 7,000-7,500 അങ്ങനെ എന്തോ വിലയുണ്ട് സൈലൻസറിന്. ഇതിൻ്റെ എച്ച് കവറിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു. ചെറുക്കൻ നല്ല രീതിയിൽ കഴുകി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയ്യാനൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തത്. ടൈമിംഗ് ചെയ്യാനെല്ലാം പുള്ളി ഫാസ്റ്റായിട്ട് തന്നെ ടൈമിംഗ് ചെയ്യാനും എല്ലാം ഇറക്കി സെറ്റ് ചെയ്ത് ടൈമിംഗ് ചെയ്യാനും മാറി. പിന്നെ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് മാറി, അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറെല്ലാം മാറി. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഫ്രണ്ട് സസ്പെൻഷൻ്റെ
ഷോക്ക് കാരണം ഇതുണ്ടായിരുന്നു. അത് അതിൻ്റെ സീലും മാറി ഇതൊക്കെ സസ്പെൻഷനൊക്കെ പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഷനിലും വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. അടിയിൽ മാത്രം ചെറിയ തുരുമ്പിൽ ചെറിയ അഴുക്ക് പോലെ ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഓക്കെയാണ്. സിംഗാമും എല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നു. ടാങ്കൊന്നും ഇതുവരെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 17 വർഷത്തിനിടയിൽ ഇതുവരെ ഞാൻ ടാങ്കൊന്നും റീപ്ലേസ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ തുരുമ്പൊന്നും ആയിട്ടൊന്നുമില്ല. എല്ലാം എപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയാണ് ടാങ്കൊക്കെ ഇരിക്കുന്നത്. ടാങ്കിനൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ടാങ്കാണോ ഒന്ന് ഹീറ്റർ റീപ്ലേസ് ചെയ്തായിരുന്നു കേട്ടോ. കാര്യം സ്പീഡോമീറ്റർ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ ഡിജിറ്റൽ അതിൻ്റെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതായി. അങ്ങനെ ഞാൻ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് മീറ്ററാണ് മേടിച്ച് വെച്ചത്. വണ്ടി അപ്പോൾ 80,000 കിലോമീറ്റർ മേളിൽ ഓടിയാണ്. അപ്പോൾ ഇത് മീറ്റർ ഒരു 25,000 കിലോമീറ്റർ ഓടിയൊരു മീറ്റർ ആ ടൈമിലാണ് മീറ്റർ കിട്ടിയത്. അത് ഇളക്കിയിട്ട് ആ മീറ്റർ എടുത്ത് വെച്ച് അപ്പം എന്നിട്ടൊരു 1,00,000 കിലോമീറ്ററിന് അടുപ്പിച്ച് ഓടിക്കാണ്. 90,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്ററിന് അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. ടാങ്കിൻ്റെ അവിടെ ചെറിയ പാടുണ്ട്. അത് നല്ല രീതിയിൽ ഉരച്ച് കഴിഞ്ഞാൽ മാറും. അതൊന്ന് പോളിഷ് ഒരു ഇത് മാറി. ഹാൻഡിൽ ഞാൻ ZMR-ൻ്റെ ഹാൻഡിലാണ് ഇത് കയറ്റിയിരിക്കുന്നത്. ZMR 2011 വണ്ടി 2009-10 ഇറങ്ങില്ല, ഫസ്റ്റ് വന്ന വണ്ടിയുടെ ഹാൻഡിലാണ് കയറ്റിയിരിക്കുന്നത്. കുറച്ച് ഇതാകുമ്പോഴേ എനിക്കൊരു വ്യത്യാസം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് മിററൊക്കെ കുറച്ചും കൂടെ നമ്മുടെ ബാക്കിൽ നിന്ന് വണ്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നോർമൽ കരിസ്മയുടെ ഹാൻഡിലിനെക്കാളും പിന്നെ കുറച്ചും കൂടെ പിടിക്കാൻ കുറച്ചും കൂടെ ഒരു ചെറിയൊരു സ്പോർട്ടി പൊസിഷനാണ്. പിന്നെ മിററിൻ്റെ നല്ല വ്യൂ ഉണ്ട് മറ്റേതിനേക്കാളും. ബ്രഷ് വെച്ച് ഞാൻ പയ്യൻ്റെ കൂടെ ഉരയ്ക്കാൻ പറഞ്ഞു. അത് മൊത്തം ഗ്രൂവിൻ്റെ ഇടയിലൊക്കെ ഇതായി അഴുക്ക് കയറിയിരിക്കുന്നുണ്ട്. അതൊന്ന് പയ്യൻ്റെ അടുത്തൊന്ന് ഉരയ്ക്കാൻ പറഞ്ഞു. അത്യാവശ്യം റെഡിയായ സാധനം. തിരിയുന്നില്ല, നല്ല ടൈറ്റായിരിക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഒന്ന് വെള്ളം അടിച്ചിട്ട് അടുത്ത ഷാമ്പു അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നെക്സ്റ്റ് വാട്ടർ അടിക്കുകയാണ്. വെള്ളം അടിച്ചിപ്പോൾ ഡീസലെല്ലാം അടിച്ചാൽ കളഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ടാങ്കൊക്കെ നല്ല അഴുക്കെല്ലാം മാറി സ്മൂത്തായി തുടങ്ങി. നല്ല പ്രഷർ പോകുന്ന അഴുക്കെല്ലാം നല്ല രീതിയിൽ ഇളവുന്നുണ്ട്.
ഇനി നെക്സ്റ്റ് അടുത്ത ഷാമ്പു ആയിട്ട് പയ്യാൻ പറയുന്നത്. ഇനി ഷാമ്പു അപ്പോൾ തന്നെ എന്താണ് കഴുകുന്നതിനുള്ള ഷാമ്പു എല്ലാം അടിച്ച് പതിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ബ്ലാക്ക് അലോയ് വീൽ വരുന്ന ഇന്ത്യൻ ബൈക്കിൽ ഫസ്റ്റ് ബ്ലാക്ക് അലോയ് വീൽസ് വരുന്ന കരിസ്മ മോഡലാണ്. ഇതുള്ളത് ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ വരുന്നത് കരിസ്മ മോഡലാണ്. ഇത് അനലോഗ് കണക്ക് ഇരിക്കുന്നെങ്കിലും ആ സ്പീഡോമീറ്റർ നമ്മുടെ സ്പീഡോമീറ്ററും ഡിജിറ്റലാണ്. ഇത് കാണിക്കണം 0 to 60 100 സ്പീഡ് കാണിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിന് പോകുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴേ 0-ൽ വരും. അതും ഇലക്ട്രോണിക് മീറ്ററാണ് ഫുൾ സിസ്റ്റം. അന്ന് വന്നിരിക്കുന്ന പൾസറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ മാനുവലാണ്. നമ്മളിപ്പം സ്പീഡോമീറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്പീഡ് അവിടെ തന്നെ നിൽക്കും. അത് 2003 ഇതേ പറഞ്ഞു ഇങ്ങനെ കുറച്ചുണ്ട്. അത് അങ്ങനൊരു ഇതുണ്ട്. ആ മീറ്ററും നല്ല മീറ്ററായിരുന്നു അന്ന് ഇറങ്ങിയതിലുള്ളതിൽ. അങ്ങനെ ക്ലോക്കുണ്ട്. അതൊക്കെ ഭയങ്കര ഉപയോഗമുള്ള ഇത് ഫീച്ചേഴ്സായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ ഇട്ടിട്ട് ഇറങ്ങാം. ഇനിയിപ്പോൾ അടുത്തത് പയ്യൻ നല്ല ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചിട്ട് വെള്ളം കൂടെ അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കുറേ നാളുകൊണ്ട് വിചാരിക്കുക ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാഷിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട്. ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെള്ളം അടിക്കുകയാണ് അടുത്ത ലാസ്റ്റ് വെള്ളം അടിക്കുകയാണ്. എയറടിച്ച് എനിക്കൊരു സൈഡ് എല്ലാം ക്ലീൻ ചെയ്ത് പ്ലഗ് കവറിൻ്റെ അവിടെ തീർന്നു. അതെല്ലാം എയറടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലഗ് കൂടി നല്ല ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും വാട്ടർ ഉണ്ടെങ്കിലുമൊക്കെ അങ്ങ് പോകും. ഇത് കഴിഞ്ഞ് നമ്മുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് വൃത്തിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു സിനിമാറ്റിക് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടെ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.